അങ്ങനെ ഒടുവിൽ ശശി തരൂർ വിചാരിച്ചിടത്ത് കാര്യങ്ങൾ വന്നു നിൽക്കുന്നു. കോൺഗ്രസ് തരൂരിന് കീഴടങ്ങിയിരിക്കുന്നു. തരൂരിനെ BJP ഒരു ദൗത്യം ഏൽപ്പിച്ചത് കോൺഗ്രസ്സിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാന് എതിരെ എടുത്ത നടപടി വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ദൗത്യ സംഘങ്ങളെ അയക്കാൻ തീരുമാനിച്ചിരുന്നു. പാർലമെൻറ്റിലെ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷനാണ് ശശി തരൂർ. അദ്ദേഹം കോൺഗ്രസുമായി പൊതുവെ ഇടഞ്ഞു നിൽക്കുന്ന ആളുമാണ്. അദ്ദേഹത്തെയാണ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ദൗത്യ സംഘത്തിൻ്റെ നേതാവായി കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസ് കേന്ദ്രത്തിന് കൊടുത്ത പട്ടികയിൽ ശശി തരൂരിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിൻ്റെ പട്ടികയിൽ സയ്യദ് നസീർ ഹുസൈൻ്റെ പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൗരവ് ഗൊഗോയുടെയും പേരുണ്ടായിരുന്നു. ഈ സയ്യദ് നസീർ ഹുസൈൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നതാണ്. ഹുസൈനും ഗൊഗോയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് അറിയപ്പെടുന്നു. 15 ദിവസത്തോളം ഗൊഗോയ് പാകിസ്ഥാനിൽ താമസിച്ചിരുന്നു എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രി ആരോപണവും ഉയർത്തിയിട്ടുണ്ട്. ഗൊഗോയുടെ ഭാര്യ പാകിസ്ഥാന് വേണ്ടി പല പ്രവൃത്തികളും ചെയ്യുന്നു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് പട്ടികയിൽ നിന്ന് ആരെയും കേന്ദ്രം എടുക്കുകയുണ്ടായില്ല. കേന്ദ്രത്തിൻ്റേതായ ഒരു പട്ടിക തയ്യാറാക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡ, സുപ്രിയ സുലെ, ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ, കനിമൊഴി ഒക്കെ ഈ സംഘങ്ങളെ നയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ശശി തരൂർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യ എന്ന് പറഞ്ഞെടുത്ത് ഭാരത് എന്ന് പറയുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം പൊതുവെ സനാതന ധർമ്മപാതയിലാണെന്ന് നമുക്ക് കാണാം. അദ്ദേഹം വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്നു. VD സതീശനെ കോൺഗ്രസ് വിലക്കിയിരുന്നു. അപ്പോൾ കോൺഗ്രസ് വിലക്ക് തുടരുമ്പോഴും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹം പൊതുവെ കേന്ദ്രത്തെ ഈ പഹൽഗാം സംഭവത്തിലും തുടർന്ന് പാകിസ്ഥാന് എതിരെ ഇന്ത്യ എടുത്ത സൈനിക നടപടികളിലും അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ കൂടെയാണ്, കോൺഗ്രസിൻ്റെ കൂടെയല്ല എന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഇന്നലെയും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞ ഒരു പ്രസ്താവനയെ വളച്ചൊടിച്ച് പ്രസ്താവന ഇറക്കിയ ആളാണ്. പാകിസ്ഥാൻ്റെ ഒപ്പമാണ് താൻ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നിരന്തരം. ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1971 യുദ്ധത്തിൽ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്ന് രാഹുൽ ഗാന്ധി സ്വയം ചോദിക്കുന്നത് നന്നായിരിക്കും. 2009 അബദ്ധത്തിൽ കോൺഗ്രസിൽ എത്തിയ ആളാണ് ശശി തരൂർ എന്ന് നമുക്കറിയാം. അക്കാലത്ത് അദ്ദേഹം UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. അന്ന് കേന്ദ്രത്തിൽ നമ്മുടെ ചാരസംഘടനയൊക്കെ മേധാവിയായി മലയാളിയായ MK നാരായണൻ ഉണ്ടായിരുന്നു. MK നാരായണൻ്റെയൊക്കെ കാർമ്മികത്വത്തിലാണ് ശശി തരൂർ. നാരായണനും പാലക്കാട്ടുകാരനാണ്, ശശി തരൂരും പാലക്കാട്ടുകാരനാണ്. അപ്പോൾ ശശി തരൂരിനെ അന്ന് സ്ഥാനാർത്ഥിയായി നിർത്തിയത് MK നാരായണനാണ് എന്ന് പൊതുവെ അറിയപ്പെടുന്നതാണ്. അപ്പോൾ അന്ന് സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ശശി തരൂർ ജയിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് പകരം കൊടുക്കാമെന്നേറ്റിരുന്ന ഒരു സ്ഥാനമാണ് ലോക്സഭ MP സ്ഥാനം, തുടർന്നുള്ള സഹമന്ത്രി സ്ഥാനം. അങ്ങനെയാണ് കോൺഗ്രസിൽ ശശി തരൂർ ചേർന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസ് ശശി തരൂരിന് ഈ
മത്സ്യത്തിന് വെള്ളം എന്ന പോലെ ഒരു സ്ഥലമല്ല ശശി തരൂരിന് കോൺഗ്രസ്. അദ്ദേഹത്തിന് കോൺഗ്രസ് ഇഷ്ടപ്പെട്ട ഒരു ഇരിപ്പിടവുമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കൂടി തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിൽ ഇന്ദിരാഗാന്ധിയെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെ അവലംബിച്ച് ആ നോവലിൽ വരുന്ന കഥാപാത്രത്തിൻ്റെ പേര് ദുര്യോധനി എന്നാണ്. ഇന്ദിരാഗാന്ധിയെ ദുര്യോധനന് സമമായിട്ടാണ് ശശി തരൂർ കണ്ടിട്ടുള്ളത് ആ നോവലിൽ. മാത്രമല്ല സോണിയാഗാന്ധിയെ പറ്റിയും അദ്ദേഹത്തിന് വലിയ അഭിപ്രായമൊന്നുമില്ല. അദ്ദേഹം മറ്റൊരു പുസ്തകത്തിൽ സോണിയാഗാന്ധിയെ ടൂറിനിലെ ശവക്കച്ച, അതായത് സോണിയാഗാന്ധി ജനിച്ച സ്ഥലം ടൂറിനോ ആണ്, ഈ ഇന്ത്യയെപ്പറ്റി ശശി തരൂർ എഴുതിയ പുസ്തകത്തിൽ സോണിയാഗാന്ധിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അവർ ടൂറിനോയിൽ ഒരു കെട്ടിട നിർമ്മാതാവിൻ്റെ മകളാണ്, അവർ ഡിഗ്രി പാസ്സായിട്ടില്ല, അവർ ഇന്ത്യയെ അറിഞ്ഞിട്ടില്ല, അവർ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു സ്വകാര്യ ജീവിതം നയിക്കുകയായിരുന്നു. സോണിയാഗാന്ധിയെ ഒരു ശവക്കച്ച, ഇറ്റലിയിലെ ശവക്കച്ചയായിട്ട് മാത്രമാണ് ഈ ഇന്ത്യയെ പറ്റിയുള്ള പുസ്തകത്തിൽ ശശി തരൂർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയെ ആകട്ടെ ഈ ദുര്യോധനൻ്റെ സ്ത്രീ രൂപമായിട്ടാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നെഹ്റുവിനെ ധൃതരാഷ്ട്രരായിട്ടാണ് അതിൽ കണ്ടിട്ടുള്ളത്. ധൃതരാഷ്ട്രരുടേതായ അന്ധത രാഷ്ട്രീയത്തിൽ നെഹ്റുവും കാണിച്ചിരുന്നു എന്നാണ് ആ നോവലിലൂടെ ശശി തരൂർ പറയുന്നത്. അപ്പോൾ ശശി തരൂരിന് പൊതുവെ ഈ നെഹ്റു കുടുംബം തന്നെ ഗാന്ധി കുടുംബമായിട്ടാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അങ്ങനെ ഗാന്ധി കുടുംബമായി അവകാശപ്പെടുന്ന നെഹ്റു കുടുംബത്തിനെ പറ്റി പരമപുച്ഛമാണ് അദ്ദേഹം പുസ്തകങ്ങളിൽ വരച്ചു വച്ചിട്ടുള്ളത്. അങ്ങനെ ശശി തരൂർ സോണിയാഗാന്ധിയെ ശവക്കച്ച എന്ന് വിശേഷിപ്പിച്ച പുസ്തകത്തിൽ തന്നെ സഞ്ജയ് ഗാന്ധിയെ തെമ്മാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ദിരയുടെ മകനെ തെമ്മാടി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൊതുവെ ആ വംശത്തിനെ, നെഹ്റു വംശത്തിനെ തന്നെ പുച്ഛത്തോടെയാണ് ശശി തരൂർ കാണുന്നത്. ആ വിവരം ഈ പുസ്തകം വായിച്ചവർ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ വംശത്തിനോട് തന്നെയുള്ള കൂറില്ലായ്മ, പുച്ഛം, എതിർപ്പ് ഒക്കെയാണ് ഖാർഗെയ്ക്കെതിരെ മത്സരിച്ചപ്പോഴും ശശി തരൂർ കാണിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയെ ഭാരതം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ശശി തരൂർ ജയ് ഹിന്ദ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെങ്കിലും മോദി അംഗീകരിക്കുന്നു എന്ന് ശശി തരൂർ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദൗത്യ സംഘത്തിൽ അംഗമായി ചേർന്നതെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ശശി പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സനാതനധർമ്മ പാതയിലാണ് എന്ന് നമുക്ക് കാണാം. ആ പാതയിൽ അദ്ദേഹം മുന്നേറട്ടെ. ആ പാതയിലേക്ക് മോദി അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തട്ടെ. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.